പിണറായി സർക്കാരിന്റെ 100ാം ദിനത്തെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞു വന്നത്. 100ാം ദിനത്തിൽ ഏറ്റവും കൃതാർത്ഥനായിരിക്കുന്ന മന്ത്രി ജി സുധാകരനാണ്. കവിത എഴുതിയതിലോ റോഡിലെ കുഴിയടച്ചതിലോ ഒന്നുമല്ല. ഈ സർക്കാരിന്റെ കാലത്ത് ആകെ 4 വിവാദങ്ങൾ ഉണ്ടാക്കി എന്ന കാര്യത്തിലാണത്. ഇതുവരെയുള്ള വിവാദങ്ങൾ തീരെ പോരാ എന്നുകൂടി മന്ത്രിക്ക് അഭിപ്രായമുണ്ട്. വിവാദങ്ങൾ ഇനിയും വേണമത്രേ. അതല്ലേ എന്ത് പറഞ്ഞാൽ വിവാദം അങ്ങനെ ശരിയാവുന്നു? അതല്ല, ആ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്ത് പറഞ്ഞാൽ അങ്ങനെ വിവാദമായി? ഇവിടെ എത്ര വിവാദം? ഈ വർഷം 4 വിവാദം ആകെ ഉണ്ടായത്. ബാക്കി ഒന്നും ഉണ്ടായില്ല. എത്രയോ കാര്യം ഞാൻ പറയുന്നു. കുറച്ചുകൂടെ ആവണം. കാരണം എന്തെങ്കിലും ചരണം ഈ നാട്ടിൽ ഞാൻ അനാവശ്യം ഒന്നും പറയുന്നില്ലല്ലോ. ആർക്കും ദേവബോധം ഏൽപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് വസ്തുതകളാണ്. ഭരണാധികാരി പറയേണ്ടത് മാത്രമേ പറയുള്ളൂ. ഒന്നും എനിക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇനിയും ആവോളം വിവാദങ്ങൾ ഉണ്ടായി മന്ത്രി ജി സുധാകരനെയും ഡെമോക്രസിയെയും രക്ഷിക്കാൻ ഈ സർക്കാരിന് ത്രാണി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റോഡുകളിലെ കുഴികൾ വിവാദം കൊണ്ട് നിറയ്ക്കാൻ കഴിയും എന്ന കാര്യത്തിലാണ് ഏക പ്രതീക്ഷ. ഇത് കേരള മാപ്പ്, ഇത് വേൾഡ് മാപ്പ്, ഇത് കണ്ടു, ഇത് അമേരിക്കൻ മാപ്പ്. അമേരിക്കൻ മാപ്പ്? ഇത് അമേരിക്കയുടെ പടമാമച്ചി. ഇതാണ് അമേരിക്കൻ പടം അല്ലേ? ഇതിന് തൃശ്ശൂരുണ്ടോ മോനെ? തൃശ്ശൂരാ? ഇപ്പൊ കാണിച്ചു തരാട്ടാ. ഇതാണ് തൃശ്ശൂർ. അപ്പൊ ഇതാണ് തൃശ്ശൂർ. അപ്പൊ ഇതിൽ കുന്നങ്ങളുണ്ടോ മോനെ? കുന്നങ്ങളോ? എന്റെ പൊന്നമ്മച്ചി, കുന്നങ്ങളും തൃശ്ശൂരിന് ഇതിനകത്തില്ല. അതൊക്കെ വടക്കേ അമേരിക്കയുടെ തെക്ക് വശമാണ്. റോഡായ റോഡുകളും മാപ്പുകളും കൃത്യമായി അറിയുന്ന ആളെന്ന നിലയിൽ മന്ത്രിക്ക് ഇനിയും വിവാദങ്ങൾക്ക് സ്കോപ്പുണ്ട്. തൽക്കാലം പ്രതിപക്ഷത്തിന്റെ ആക്രമണം വെജിറ്റേറിയൻ സ്റ്റൈലിൽ തന്നെ തുടരുകയേ ഉള്ളൂ. KM മാണി പേടിച്ച് സർക്കാരിനെ എതിർക്കാനേ പോയില്ല. മുസ്ലിം ലീഗിന്റെ കാര്യം പറയുകയേ വേണ്ട. വിലയിരുത്താനുള്ള നാളുകൾ ആയിട്ടില്ലത്രേ. ആളുകൾ എന്തു വിചാരിക്കും എന്ന് കരുതി രമേശ് ചെന്നിത്തല ഒരു വാർത്താ സമ്മേളനം വിളിച്ചത് മാത്രമാണ് കോൺഗ്രസുകാർക്ക് ആശ്വാസം. 100 നാൾ പിന്നിട്ടുകൊണ്ട് മുന്നേറുന്ന ടീം പിണറായിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. ടീം പിണറായി നിറഞ്ഞ സദസ്സിൽ 100ാം ദിനം പിന്നിട്ടു. പിണറായി വിജയന്റെ നരേന്ദ്രമോദി അനുകരണം പരകോടിയിൽ. ഇത്രയും വിദഗ്ധമായി ഈ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണ്, സംശയമില്ല. മുതലാളിയെ പോലുള്ള ഒരു അനുഗ്രഹവും പിൻബലവും ഉണ്ടെങ്കിൽ ഇതിലും വലിയ കാര്യം ചെയ്യാൻ സാധിക്കും. എന്റെ അനുഗ്രഹവും പിൻബലവും എന്നും നിന്നോട് കൂടിയുണ്ട്. പിണറായിയും നരേന്ദ്രമോദിയും ഇരട്ടകളോ എന്ന സംശയത്തിൽ നാട്ടുകാർ. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടെ? കായംകുളത്താ. പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. 100ാം ദിനത്തിൽ കഴിവ് തെളിയിച്ച മന്ത്രിമാർ. മുഹമ്മദ് അലിയല്ല ഉസൈൻ ബോൾട്ടിനെ പോലും തനിക്കറിയാമെന്ന് EP ജയരാജൻ. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവൊത്തതുമായ ബോധം എനിക്കുണ്ട്. 100 ദിനത്തിൽ 4 വിവാദങ്ങൾ മാത്രമുണ്ടാക്കിയതിന്റെ നിരാശയിൽ ജി സുധാകരൻ. ഈ വർഷം 4 വിവാദം ആകെ ഉണ്ടായത്. ബാക്കി ഒന്നും ഉണ്ടായില്ല. എത്രയോ കാര്യം ഞാൻ പറയുന്നു. ഇത് കേരള മാപ്പ്, ഇത് വേൾഡ് മാപ്പ്, ഇത് കണ്ടു, ഇത് അമേരിക്കൻ മാപ്പ്. പിണറായി ഭരണത്തിൽ ക്യാബിനറ്റ് പദവിക്കാർക്ക് കടുത്ത അവഗണന എന്ന് VS അച്യുതാനന്ദൻ. ഭരണപരിഷ്കാര കമ്മീഷന് ഓഫീസ് പോലും അനുവദിച്ചില്ല. ഫിദിൽ കാസ്ട്രോ എന്നത് മാറ്റി 100ാം ദിനത്തിൽ VSനെ ചെഗുവേരയായി പ്രഖ്യാപിക്കണമെന്ന് പിണറായി. വിലയിരുത്താനായിട്ടില്ല. ദേഷ്യപ്പെട്ട എനിക്ക് പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. പുല്ലാണെന്നല്ലേ? കിട്ടണം, എനിക്ക് തന്നെ കിട്ടണം. അറിയണം, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി സഹിച്ച ത്യാഗം എല്ലാവരും അറിയണം. ത്യാഗം പുല്ലേ. പിണറായി 100 ദിനമല്ല 100,000 ദിനം പൂർത്തിയാക്കിയാലും താൻ പേടിക്കില്ലെന്ന് KM മാണി. ഒരു പാവം നിരപരാധിയെ നാട്ടുകാർ ചേർന്ന് ഈ പരുവത്തിലാക്കി. പക്ഷെ സത്യാവസ്ഥ ചേട്ടനെങ്കിലും വിശ്വസിക്കണം. ഉടയ തമ്പുരാൻ ആകാശത്തിനിറങ്ങി വന്ന് നിന്നെ ചൂണ്ടി കള്ളനാണ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കൂല. പക്ഷേ ഇതെനിക്ക് വിശ്വസിച്ചേ പറ്റൂ. ഞാനൊരു ഉദ്യോഗസ്ഥനെ ഭയപ്പെട്ടിട്ടൊന്നും നീ ജീവിക്കാനൊക്കില്ല. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? നിരപരാധിത്വം തെളിയിക്കാൻ കോഴിയെ നേർച്ച നൽകാനും തയ്യാർ. 100ാം നാൾ പിന്നിടുമ്പോൾ കോടതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിലയിലാണ് മാധ്യമ പ്രവർത്തകർ. 200ാം നാളാകുമ്പോഴേക്കും നാട്ടിൽ നിന്ന് ആകെ പുറത്താക്കാനുള്ള സാഹചര്യം ഒരുക്കല്ലേ എന്ന അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.